ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. എന്തിനാ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? ഓടി വന്ന് തന്റെ മുന്നിൽ നിന്ന് കിതയ്ക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തെ പരിഭവവും അതോടൊപ്പം പ്രതീക്ഷയും കലർന്ന ഭാവം കണ്ടപ്പോൾ പറയാൻ കരുതി വെച്ച പലതും അരുണിമ മറന്നുപോയി. എന്താ പറ? അവൻ വീണ്ടും വേവലാതിപ്പെട്ടു. അവൾ അവനെ അടിമുടി നോക്കി. ധരിച്ചിരുന്ന ഷർട്ടിലും പാന്റിലും ചുമലിലിട്ട തോർത്തിലുമെല്ലാം വെള്ള പെയിന്റ് തുള്ളികൾ, തലമുടി നിറയെ പൊടിയും മാറാലയും. അവൾ തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു. ഹമീദക്കയുടെ മകളുടെ കല്യാണം ഞായറാഴ്ച. അതിനു മുമ്പ് പണി തീർത്തു കൊടുക്കണം. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. നീ വിളിച്ചപ്പോൾ അവരോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് മുങ്ങിയതാ. അവന്റെ കിതപ്പ് മാറിയിരുന്നില്ല. അവർ നിന്നിരുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കിയാൽ ടൗണിൽ വെജിറ്റബിൾ ഷോപ്പ് നടത്തുന്ന ഹമീദിന്റെ വീട് കാണാം. അരുണിമ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള ചായക്കടയിലെ റേഡിയോയിൽ നിന്ന് സിനിമാ ഗാനം കേൾക്കുന്നുണ്ട്. കടയുടമ രാജപ്പൻ ചേട്ടൻ ബെഞ്ചിൽ കിടന്നുറങ്ങുകയാണ്. ഉച്ച സമയമായതുകൊണ്ട് വേറെ ആരുമില്ല. 2 മണിക്ക് അവിടെ എത്തുന്ന റാണി മോട്ടോഴ്സ് ബസ് വരാൻ ഇനിയും സമയമുണ്ട്. ശ്രീരാജ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ഭാവങ്ങളെല്ലാം മാറി പകരം വേദന നിറഞ്ഞു. ഇങ്ങനാണോ നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. എന്തായാലും ഇവിടെ വെച്ച് വേണ്ട, മാറി നിൽക്കാം, ബാ. അവൻ ബസ് സ്റ്റോപ്പിന്റെ പിറകിലുള്ള ഇടവഴിയിലേക്ക് നടന്നു. ഒന്ന് ശങ്കിച്ചു നിന്ന ശേഷം പിന്നാലെ അവളും. ആ വഴിയിലൂടെ 2 കിലോമീറ്ററോളം നടന്നാൽ അപ്പുണ്ണി മാഷിന്റെ വീടാണ്. അവിടുന്ന് 5 മിനിറ്റ് കൂടി നടന്നാൽ UP സ്കൂൾ. പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്കിൽ മാർക്ക് കുറഞ്ഞതിന് ശ്രീരാജിനെയും കൂട്ടുകാരൻ ഷൗക്കത്തലിയെയും അപ്പുണ്ണിമാഷ് ബെഞ്ചിൽ കയറ്റി നിർത്തി എന്തൊക്കെയോ പറഞ്ഞ് നാണം കെടുത്തിയതും, അവർ അതിന് പകരമായി മാഷിന്റെ പറമ്പിലെ പഴുത്ത ചക്ക പറിച്ചു തിന്ന് ചക്കപ്പശ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന മാഷിന്റെ തന്നെ വെള്ളമുണ്ടിൽ തേച്ചതുമെല്ലാം ഓർമ്മയിൽ വന്നപ്പോൾ ആ അവസ്ഥയിലും അവൾ ഒരു ചെറു ചിരി വിരിഞ്ഞു. അതോടെ തന്നെ ചെയ്യാൻ പോകുന്നത് ഓർത്തപ്പോൾ അതിയായ കുറ്റബോധവും. കുറച്ചു ദൂരം ചെന്നപ്പോൾ ശ്രീരാജ് തിരിഞ്ഞു നിന്ന് കൈകൾ മാറിൽ കെട്ടി. ഇനി പറഞ്ഞോ. നീ ഊഹിച്ചത് തന്നെ. പുതിയ ആലോചന വന്നു അല്ലേ? പയ്യൻ നല്ല ജോലിയും സാമ്പത്തിക ചുറ്റുപാടും ഉള്ളയാൾ. ജാതകവും ചേരും. നമുക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, അതല്ലേ? അരുണിമയുടെ മുഖം ചുവന്നു. അതിന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തൊരു കഷ്ടമാടാ അമ്മു. അവന്റെ വിളി കേട്ടതും അരുണിമയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ നാട്ടിൽ താമസിക്കാൻ വരുന്നത്. അന്നു തൊട്ട് നിന്നെ എനിക്കറിയാം. എന്നോട് കള്ളം പറയാൻ നിനക്ക് കഴിയില്ല. നിനക്ക് എന്നെ ഇഷ്ടം തന്നെയായിരുന്നു. നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്നെ ഒഴിവാക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ശാന്തമാണെങ്കിലും അവന്റെ സ്വരത്തിൽ ഒരുപാട് വേദന കലർന്നിരുന്നു. അവൾ ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു. ആത്മവഞ്ചന ചെയ്യുന്നതിന് ദൈവത്തോട് മനസ്സാ മാപ്പ് ചോദിച്ച ശേഷം അവനെ നോക്കി. നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്ക് നിന്നോട് പ്രണയം തോന്നിയിട്ടില്ല. നീ എന്റെ കൂട്ടുകാരനായിരുന്നു, വിശ്വസിക്കാൻ പറ്റുന്ന നല്ല സുഹൃത്ത്. പക്ഷെ നീ അങ്ങനെ അല്ല എന്നെ കണ്ടത്. നമ്മൾ പ്രേമത്തിലാണെന്ന് നിന്റെ വീട്ടുകാരോടും കൂട്ടുകാരോടും എന്തിന് എന്റെ ഏട്ടനോട് വരെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഡാൻസ് സ്കൂളിലെ ജോലി മതിയാക്കിക്കോളാൻ വീട്ടിൽ നിന്ന് ഉത്തരവ് കിട്ടി. കൂടാതെ എത്രയും പെട്ടെന്ന് വിവാഹവും. അവൾ ബാഗിൽ നിന്ന് ചിലങ്ക പുറത്തെടുത്തു. എന്റെ ബർത്ത്ഡേക്ക് നീ വാങ്ങി തന്നതാ. ഇനി ഇത് കെട്ടാൻ യോഗമില്ല. അവന്റെ മുമ്പിലേക്ക് ഇത് ഇട്ടപ്പോൾ അരുണിമയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി അടർന്നു വീണു. ശ്രീരാജ് ഒന്നും മിണ്ടാതെ അവളെ നോക്കി. 4ാം ക്ലാസ്സിലേക്ക് സതി ടീച്ചർ കൈ പിടിച്ചു കൊണ്ടുപോയ ആ ദിവസം ആദ്യം ശ്രദ്ധ പതിഞ്ഞത് 2ാമത്തെ ബെഞ്ചിന്റെ സൈഡിൽ ഇരിക്കുന്ന പെൺകുട്ടിയിലാണ്. വെള്ളാരം കണ്ണുകളുള്ള പെണ്ണിനെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. ഇരിക്കാൻ ഇടം കിട്ടിയതോ അവളുടെ നേരെ എതിർവശത്തും. ഇടയ്ക്കിടെ അവൻ അവളെ പാളി നോക്കും. എന്ത് ഭംഗിയാ ആ കണ്ണുകൾക്ക്. പണ്ട് താമസിച്ച വീടിനടുത്തുള്ള ഷൈനി ചേച്ചിയുടെ അലമാരയിൽ കണ്ട പാവയുടെ കണ്ണുകൾ പോലെ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വെള്ളാരം കണ്ണുകാരി അവന്റെ കൂട്ടുകാരിയായി. അരുണിമ എന്ന പേര് ചുരുക്കി മറ്റുള്ളവരെല്ലാം അരണ എന്ന് കളിയാക്കി വിളിക്കുമ്പോൾ സങ്കടം കൊണ്ട് വിതുമ്പുന്ന അവളെ അമ്മു എന്ന് വിളിച്ചത് അവൻ മാത്രമാണ്. അവൾ അവനെ സ്ത്രീ എന്നും. അവളുടെ അച്ഛൻ സായിപ്പാണടാ, അതുകൊണ്ടാ കണ്ണ് അങ്ങനെ. ഒരിക്കൽ ക്ലാസ്സിലെ ഉഴപ്പൻ ഉമേഷ് സ്വകാര്യം പോലെ പറഞ്ഞു. അതിനു ശേഷം ഉമേഷിനോട് 7ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്ന് വിട പറയുന്നത് വരെ ശ്രീരാജ് മിണ്ടിയിട്ടില്ല. അരുണിമയുടെ അച്ഛൻ മത്സ്യത്തൊഴിലാളി ആയിരുന്നു എന്നും കടലിൽ വീണ് മരിച്ചതാണെന്നും അവൾ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഏട്ടൻ 10ൽ പഠിക്കുന്നു. അവളുടെ വീട്ടിൽ നിന്നും വേഗത്തിൽ നടന്നാൽ 5 മിനിറ്റ് കൊണ്ട് അവന്റെ വാടക വീട്ടിലെത്താം. രോഗിയായ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കടബാധ്യതകൾ തലയ്ക്ക് മീതെ എത്തിയപ്പോൾ താമസിച്ച വീടും സ്ഥലവും വിറ്റ് എല്ലാം കൊടുത്തു തീർത്ത ആ നാട്ടിൽ നിന്നും വാടകയ്ക്ക് താമസിക്കുകയാണ് അവനും അമ്മയും. അച്ഛൻ മരിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞു. അമ്മ നാട്ടിലെ പാടത്തും പറമ്പിലും എല്ലാം ജോലിക്ക് പോകുന്നു. കഷ്ടതകൾ അനുഭവിക്കുന്ന സാധാരണ കുടുംബത്തിലെ 2 പേർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്തു. തുടർന്ന് പഠനത്തിന് ടൗണിലേക്ക് ബസ് യാത്രയിലും ഒരുമിച്ച് തന്നെ. ഒരേ ഹൈസ്കൂൾ, ഒരേ കോളേജ്. അരുണിമ കുട്ടിക്കാലം തൊട്ട് നൃത്തം പഠിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നാട്ടുകാരനായ രാമു മാസ്റ്റർ അവളുടെ നർത്തകിയെ കണ്ട് സൗജന്യമായി ഭരതനാട്യം പഠിപ്പിച്ചു.
സ്കൂളിലും കോളേജിലും ഒക്കെ നൃത്തത്തിന് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടി. അതൊക്കെ കണ്ട് ആഹ്ലാദിക്കാൻ ഏറ്റവും മുൻപിൽ അവനും ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ ശേഷം അവൻ പെയിന്റിംഗ് ജോലി തുടങ്ങി. പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. അരുണിമ ടൗണിൽ ഒരു കമ്പനിയിൽ 2 വർഷം ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ നൃത്തവും. അവസാന ആഗ്രഹം പോലെ പ്രശസ്തമായ ഒരു ഡാൻസ് സ്കൂളിൽ ടീച്ചറായി. 10ൽ പഠിക്കുമ്പോൾ തന്നെ ശ്രീരാജ് തന്റെ സൗഹൃദം പ്രണയമായത് അവളെ അറിയിച്ചിരുന്നു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിലും വെള്ളാരം കണ്ണുകളിൽ വസന്തം വിരിയുന്നത് അവൻ കണ്ടു. അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു എങ്കിലും തുറന്നു പറഞ്ഞിട്ടില്ല. അച്ഛനില്ലാത്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഏട്ടനും ആസ്മരോഗിയായ അമ്മയുമായുള്ള ഒരു പെൺകുട്ടിക്ക് പലതും അടക്കി വെക്കാനുള്ള പക്വത ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ മൗനത്തിലും പുഞ്ചിരിയിലും നൃത്തച്ചുവടുകളിലും വരെ അവൻ തന്നോടുള്ള പ്രണയം കണ്ടു. എടാ, നേരം വൈകി. അരുണിമയുടെ ശബ്ദം അവനെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. നീയൊന്നും പറഞ്ഞില്ല. എന്ത് പറയാൻ, നീ പറഞ്ഞത് ശരിയാ. നീ ഒരിക്കലും പ്രണയം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ അമ്മു, ഇത്രയും വർഷം എനിക്ക് തന്നെ സ്നേഹവും കരുതലും ഒക്കെ വെറും സൗഹൃദം മാത്രമാണെന്ന് കള്ളം പറയരുത്. പിന്നെന്താ? നീ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ട് എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഇല്ല, പക്ഷെ നേർത്തൊരു ചെയിൻ കുരുത്ത താലി എന്റെ വീട്ടിൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഞാൻ. 1.5 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അത് നിന്റെ കഴുത്തിൽ എപ്പോഴാണ് കെട്ടേണ്ടതെന്ന ചോദ്യത്തിന് പുഞ്ചിരിയായിരുന്നു മറുപടി. പ്രണയം അല്ലെങ്കിൽ അന്നു തന്നെ പറയാമായിരുന്നു. അവൾക്ക് ഉത്തരം മുട്ടി. വെള്ളാരം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ ശ്രീരാജിന് സഹിച്ചില്ല. അവൻ അലിവോടെ അവളുടെ താടിയിൽ പിടിച്ചുയർത്തി. അമ്മോ, എന്താടി പ്രശ്നം? എന്നോട് പറ. നീ ക്ഷമിക്കടാ. എനിക്ക് എന്റെ സന്തോഷങ്ങൾ ബലി കഴിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ വീട്ടുകാരെ നഷ്ടമാകും. അവരില്ലാതെ ഞാൻ എന്തിനാ? കുറച്ചു നേരം വിതുമ്പലിന്റെ ശബ്ദം മാത്രം. എനിക്ക് മനസ്സിലാകും അമ്മോ. ഒന്നും നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് നിന്നെ സ്വന്തമാക്കണ്ട. എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതി. നിന്നെ എപ്പോഴാ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്ന എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചോളാം. അതുപോലെ ആഗ്രഹിച്ചതൊന്നും എല്ലാവർക്കും കിട്ടില്ലെന്ന് സ്വയം ആശ്വസിപ്പിക്കുകയും ചെയ്യാം. അവന്റെ ശബ്ദം ഇടറി. പോകാം, പണി ഒരുപാട് ബാക്കിയുണ്ട്. അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. ശ്രീ, എന്നെ വെറുക്കല്ലേടാ. എനിക്കതിന് കഴിയുമോ? നീ നടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. നടക്കുമ്പോൾ പലതവണ അവളുടെ കാലിടറി. ചെരുപ്പിന്റെ വള്ളി പൊട്ടി. ഒന്നും അറിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മ ആദിയോടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. നീ എന്താ വൈകിയത്? കാണാഞ്ഞിട്ട് നിന്റെ ഏട്ടനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അവൾ നിന്ദ കലർന്ന ചിരി സമ്മാനിച്ചു. ഒളിച്ചോടിയെന്ന് കരുതിയോ? ഒരിക്കലും ചെയ്യില്ല. ഞാൻ സമ്മതിച്ചാലും അവൻ അതിന് നിൽക്കില്ല. ബന്ധങ്ങളുടെ വില അത് ഇല്ലാത്തവന് നന്നായി അറിയാം. എല്ലാം അവസാനിപ്പിക്കാൻ എളുപ്പമായിരുന്നു. കാരണം അവന്റെ പ്രാണനായിരുന്നു എന്ന് ഇന്നേ വരെ തുറന്നു സമ്മതിച്ചിട്ടില്ല. ഇനി അമ്മയുടെ ആഗ്രഹം പോലെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടത്താം. മോന് ഗൾഫിൽ ജോലിയും ഭാവിയും ഒരുക്കി തരാമെന്ന് വാഗ്ദാനം നൽകിയവന് മോളെ കൈ പിടിച്ചു നൽകാം. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന നാട്ടിൻ പുറത്തുകാരൻ പെയിന്റ് പണിക്കാരൻ തടസ്സമായി വരില്ല. കരച്ചിൽ വാക്കുകളെ വിഴുങ്ങി തുടങ്ങിയപ്പോൾ അവൾ അകത്തേക്ക് നടന്നു. അന്ന് രാത്രി ആ നാട്ടിലെ എല്ലാവരും ഉറങ്ങിയിട്ടും 2 പേർ മാത്രം ഉറങ്ങിയില്ല. ഓർമ്മകൾ ശ്വാസം മുട്ടിച്ചപ്പോൾ അരുണിമ എഴുന്നേറ്റ് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു. നിലാവിൽ വരെ ശ്രീയുടെ മുഖം. തന്റെ പൂച്ചക്കണ്ണുകളെ വെള്ളാരം കണ്ണുകൾ എന്ന് പറഞ്ഞ് ആരാധിച്ചവൻ. ഓരോ പിറന്നാളിനും ചിലങ്കകൾ സമ്മാനിച്ചവൻ. ഭരതനാട്യത്തിൽ ജയിച്ചതിന് തന്റെ ആദ്യമായി പത്രത്തിൽ വന്ന ഫോട്ടോ ഇന്നും പേഴ്സിൽ നിധി പോലെ സൂക്ഷിക്കുന്നവൻ. മിച്ചം പിടിച്ച പൈസയ്ക്ക് ഒരു താലിമാല വാങ്ങി തനിക്കായി കാത്തിരുന്നവൻ. ഒടുക്കം ഒരു പരാതിയുമില്ലാതെ തന്റെ വീട്ടുകാരുടെ സന്തോഷത്തിനു വേണ്ടി ഹൃദയം പറയുന്ന വേദനയോടെ തന്നെ വിട്ടുപോയവൻ. എന്തൊരു ജീവിതമാണിത്? അവൾ തല ജനാലയ്ക്കിടയിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം രോഗാവശയിൽ കിടക്കുന്ന അമ്മയുടെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരയുകയായിരുന്നു ശ്രീരാജ്. അമ്മ തന്റെ ശോഷിച്ച കൈയാൽ അവന്റെ മുടിയിൽ തലോടി. വിളിച്ചിറക്കി കൊണ്ടുവന്നൂടെ മോനെ നിനക്ക്? ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമല്ലേ? എന്തിനാ രണ്ടാളും ഇങ്ങനെ സ്വയം വേദനിക്കുന്നേ? വേണ്ടമ്മേ, അവൾ വരില്ല. അച്ഛനില്ലാത്ത അവളെ വളർത്താൻ അവളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ അവസ്ഥയിൽ വളർന്ന് എനിക്കത് മനസ്സിലാകും. അവരെ കരയിച്ചിട്ട് അവരുടെ ശാപം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. സാരമില്ല, ഒരിക്കൽ എല്ലാം മറക്കാൻ കഴിയും. നെടുവീർപ്പോടെ ആ അമ്മ മകനെ ചേർത്ത് പിടിച്ചു. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. നാടും നഗരവും മനുഷ്യരും എല്ലാം മാറി. ഒരു ദിവസം തിരക്ക് പിടിച്ച് ഫുട്പാത്തിലൂടെ യാതൊരു തിരക്കുമില്ലാതെ നടക്കുന്ന ഒരു യുവതി. കയ്യിലെ ഫയൽ മാറോട് അടക്കി പിടിച്ച് അവൾ റോഡ് മുറിച്ച് കടക്കാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി. അമ്മു! അവൾ ഞെട്ടിത്തിരിഞ്ഞു. അങ്ങനെ വിളിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ശ്രീ, നീ എന്താ ഇവിടെ? അവൻ പതിവ് പോലെ ചിരിച്ചു. ഇത് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്? ആ പെയിന്റ് കടയിൽ കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു, അതിന് വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? നീ ബാംഗ്ലൂരാണ് താമസം എന്നാണല്ലോ അറിഞ്ഞത്. ആയിരുന്നു, ഇപ്പൊ അല്ല. അവളും പുഞ്ചിരിച്ചു. മിനിഞ്ഞാന്നാണ് ഇവിടെ എത്തിയത്. നീ നാട്ടിലല്ലേ? അല്ലടി, ഇവിടെ 3-4 വലിയ വർക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാസം കുറയായി വീട്ടിൽ പോയിട്ട്. ഇവിടെ റൂം എടുത്ത താമസം. വേറെയും പണിക്കാരുണ്ട്. മുതലാളിയായി അല്ലേ?
കോമ്പറ്റീഷൻ ആണ്. കുറഞ്ഞ കൂലിയിൽ ബംഗാളികൾ പണിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ. തട്ടിയും മുട്ടിയും പോകാം. നീ നാട്ടിലേക്കാണോ? അതെ. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാ നീ പുറകിൽ നിന്ന് വിളിച്ചത്. എന്നാൽ വാ, ഇന്ന് ഞാനും അങ്ങോട്ടാ. നാളെ പെരുന്നാൾ ആയതുകൊണ്ട് പണി നടക്കുന്നില്ല. കൂടെയുള്ളവർ എല്ലാം വീട്ടിൽ പോയി. അവരുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അവൻ മുന്നോട്ട് നടന്നു. പിന്നാലെ അവളും. പണ്ടും ഇതായിരുന്നു ശീലം. അതിന്റെ ശേഷിപ്പുകൾ ഇന്നും മനസ്സിലുള്ളത് കൊണ്ടാവാം. ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും ഒന്നും സംസാരിച്ചില്ല. വഴിയിൽ ഒരു ഹോട്ടലിന് മുൻപിൽ നിർത്തി ശ്രീരാജ് ഭക്ഷണം വാങ്ങി. നാട്ടിലൊന്നും നല്ല ഹോട്ടൽ ഇല്ലടി, ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. മൗനത്തിന്റെ 3/4 മണിക്കൂർ പിന്നിട്ട് അവർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. സമയം ഉച്ചതിരിഞ്ഞ് 3 മണി. നേരെ അവൻ വീട്ടുമുറ്റത്തേക്ക് ബൈക്ക് കയറ്റിയത്. കുട്ടിക്കാലത്ത് പലതവണ അവിടെ വന്നിട്ടുണ്ടെങ്കിലും മാറ്റം പ്രകടമായിരുന്നു. വാടക വീട് സ്വന്തമാക്കി അല്ലേ? അവൾ ചോദിച്ചു. ഉവ്. ആ സന്തോഷം കാണാൻ അമ്മ നിന്നില്ല. വാടകക്കാരിയായി തന്നെ മരിച്ചു. അവൻ പോക്കറ്റിൽ നിന്ന് താക്കോലിട്ട് വാതിൽ തുറന്നു. കേറി വാടി. അവൾ അകത്ത് കയറി. മേശപ്പുറത്ത് പ്ലേറ്റുകൾ വെച്ച് പാഴ്സൽ വാങ്ങിയ ഭക്ഷണം അവൻ വിളമ്പി. രണ്ടുപേരും ഒന്നും മിണ്ടാതെ കഴിച്ചു തീർത്തു. കൈ കഴുകിയ ശേഷം കസേരയിൽ അഭിമുഖമായി ഇരുന്നു. ഇനി പറ, വിശേഷങ്ങൾ എന്തൊക്കെയാ? അവൻ ചോദിച്ചു. നിനക്കറിയാമെല്ലാം, എന്നിട്ടും അഭിനയിക്കുന്നു അല്ലേ? പഴയതുപോലെ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്തറിയാമെന്ന്? വേറൊരുത്തിയെ സ്വന്തമാക്കാൻ വേണ്ടി അവിഹിത ബന്ധം എന്ന പേരിൽ ആരോപിച്ച് ഭർത്താവ് വിവാഹമോചനം നേടിയതും ഗൾഫിൽ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് ഓഫർ ചെയ്തപ്പോൾ എന്റെ ഏട്ടൻ തന്നെ അതിന് തെളിവുകൾ ഉണ്ടാക്കി നൽകിയതുമെല്ലാം എനിക്കറിയാം. പെരുവഴിയിലായ മകളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ അമ്മ നിന്റെ കാല് പിടിക്കാൻ വന്നു അല്ലേ? അരുണുമ്മ കൈകളാൽ മുഖം പൊട്ടിക്കരഞ്ഞു. നിന്നെ ഒഴിവാക്കി വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ എനിക്ക് സങ്കടം മാത്രമേ തോന്നിയുള്ളൂ. പക്ഷെ ആ ബന്ധം തകർന്നപ്പോൾ യാതൊരു മടിയുമില്ലാതെ നിന്റെ അടുത്ത് വന്നതറിഞ്ഞ നിമിഷം അമ്മയെ ഞാൻ വെറുത്തു. ശ്രീരാജ് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന കൈകൾ പിടിച്ചു മാറ്റി. അങ്ങനെ പറയരുത് അമ്മു. അന്നും ഇന്നും അവർ നിന്റെ ജീവിതം സുരക്ഷിതമാക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിന്നെ സ്വീകരിക്കണമെന്ന് പറയാനൊന്നുമല്ല അവർ എന്റെ അടുത്ത് വന്നത്. പണ്ട് ചെയ്തത് തെറ്റായിപ്പോയി, മാപ്പ്, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അതോടെ നീ എന്റെ പിന്നാലെ വരാൻ തുടങ്ങി. ഞാൻ അറിയാതെ. ഇന്ന് ടൗണിൽ വെച്ച് കണ്ടതും അടക്കം ഒന്നും യാദൃശ്ചികമല്ല. അവൻ ഹൃദ്യമായി ഒന്ന് ചിരിച്ചു. എന്റെ അമ്മ മരിച്ചപ്പോൾ നീ വന്നിരുന്നില്ലേ? എന്നിട്ട് എന്റെ കണ്ണിൽ പെടാതെ തിരിഞ്ഞു പോയില്ലേ? പകരത്തിന് പകരം. അവൾ എഴുന്നേറ്റു. ഞാൻ പോട്ടെ, അമ്മ തനിച്ചേ ഉള്ളൂ. തമ്മിൽ സംസാരമൊന്നുമില്ല. എന്നാലും ഏട്ടൻ ഒഴിവാക്കിയതുപോലെ എനിക്ക് പറ്റില്ലല്ലോ. നിന്റെ കയ്യിലെന്താ? അവൻ ഫയലിൽ നോക്കി ചോദിച്ചു. ഭർത്താവില്ലാത്ത സ്ത്രീക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ വല്ല ലോണും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാ. നിന്റെ ഭർത്താവ് മരിച്ചില്ലല്ലോ. വേറൊരുത്തിയും കെട്ടി ന്യൂസിലൻഡിൽ സുഖമായി ജീവിക്കുന്നയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. അവനെ അല്ല ഞാൻ പറഞ്ഞത്. ശ്രീരാജ് അവിടെ ഗുരുവായൂരപ്പന്റെ ചെറിയ ഫോട്ടോയ്ക്ക് നിന്നും ഒരു പൊതിയെടുത്തു തുറന്നു. നേരിയ ചെയിനിൽ കൊരുത്ത ആലിലത്താലി. അവളുടെ ശരീരം വിറച്ചു. നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൾ പുറകിലേക്ക് മാറി. അവൻ അവിടെ നിന്നും വേറൊരു പൊതിയെടുത്തു. ചുവന്ന പട്ടിനുള്ളിൽ ഒരു ജോഡി ചിലങ്ക. രാമു മാസ്റ്റർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഖാദർ ഖാന്റെ കടയ്ക്ക് മുകളിൽ ചിലമ്പൊലി നൃത്തവിദ്യാലയം എന്ന ബോർഡ് പൊടി പിടിച്ച് കിടപ്പുണ്ട്. നമുക്കത് തുടങ്ങിയാക്കൂടെ? 10 പിള്ളേരെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. എനിക്കും മഴക്കാലത്ത് മാത്രമേ പണിക്ഷാമം ഉണ്ടാകൂ. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് ഇല്ലെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി ഇത് കഴുത്തിൽ കെട്ടി നിന്നെയും അമ്മയും ഇങ്ങോട്ട് കൂട്ടാം. ഇത് സിനിമയല്ല ശ്രീ, എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിനാ എന്നെ? വേറൊരുത്തൻ ചവച്ചു തുപ്പിയ ഈ ശരീരം എന്തിനാ നിനക്ക്? ശ്രീരാജ് അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. ഒഴുകിയിറങ്ങുന്ന മിഴിനീർ തുറച്ചു മാറ്റി. പിന്നെ 2 ചുമലിലും കൈവച്ചു. ശരീരം സ്വന്തമാക്കാൻ മാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പിന്നെന്താ നിനക്ക് വേണ്ടത്? ആദ്യം ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഈ വെള്ളാരം കണ്ണിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. അതിൽ എന്നെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഏറ്റവും സന്തോഷവാനായ എന്റെ മുഖം. ആ കാഴ്ച ജീവിതകാലം മുഴുവൻ കാണണം. ഇപ്പോഴും ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇത്രയും വർഷത്തെ പോലെ മരണം വരെ ഓർമ്മകളിൽ ജീവിക്കും. നിനക്ക് ആരുമില്ലാതെ ആയിപ്പോയി എന്ന സഹതാപം കൊണ്ടൊന്നുമല്ല. 4ാം ക്ലാസ് മുതൽ വേറൊരുത്തന്റെ ഭാര്യയാകുന്നത് വരെ ഒരിക്കലും നിന്നെ തനിച്ചാക്കിയിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ. ഏങ്ങലടിച്ചുകൊണ്ട് അരുണിമ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവൻ വാത്സല്യത്തോടെ അവിടെ മുടിയിൽ തലോടി. ഏറെ നേരം അങ്ങനെ നിന്ന ശേഷം അവൻ പതിയെ വിളിച്ചു, അമ്മു. അവൾ അവന്റെ നേരെ നോക്കി. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ? അവൾ മറുപടി പറയാതെ മൃദുവായി ഒന്ന് ചിരിച്ചു. പക്ഷെ അത്രയും പ്രിയപ്പെട്ട ആ വെള്ളാരം കണ്ണിൽ അവൻ തന്റെ മുഖം കണ്ടു. അവിടെ അലയെ തല്ലുന്ന പ്രണയ സാഗരത്തിന് ആഗ്രഹിച്ച പോലെ അവന്റെ മുഖം നിറഞ്ഞു നിന്നിരുന്നു.